Good morning, all. Good morning, Miss. Good morning. Morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്തത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉള്ളതുണ്ടോ? എന്ത് പറ്റി? ക്ലാസ്സിൽ എടുക്കുന്നത് അന്ന് നോക്കുന്നില്ലേ? സാറ്റർഡേ സൺഡേ ഡെയിലി ഇടയില് 2 ദിവസം നോക്കി. ബാക്കിയുള്ളവരോ? ക്ലിയർ ആണോ? ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ബാക്കി എടുക്കാം. നെക്സ്റ്റ് എടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ABC അനാലിസിസ് മുതലാണ് അല്ലെ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ABC അനാലിസിസ് എന്താന്ന് നോക്കിയേ. മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ABC ടെക്നിക്സ് ഈസ് യൂസ്ഡ്. ABC എന്നാണ് കേട്ടോ. ഇതില് ARC എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ചെയ്യാട്ടോ. കറക്റ്റ് ചെയ്യാം. എന്താണ് നമ്മുടെ ABC ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ ശരിയായ രീതിയിലുള്ള ഒരു ഇൻവെന്ററി കൺട്രോൾ, നമ്മുടെ സ്റ്റോക്കുകൾ നമുക്ക് നിയന്ത്രിക്കാനായി സാധിക്കുന്നു. ABC ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെയർ ഹൗസിലെ അതല്ലെങ്കിൽ ഒരു സ്റ്റോറിലെ അല്ലെ എന്താണ് നമുക്ക് അവിടുത്തെ എന്താണ് ഐറ്റംസിനെ മെറ്റീരിയൽസ് ആവാം സ്റ്റോക്കുകളെ നമുക്ക് എന്താണ് കറക്റ്റ് രീതിയിൽ പ്രോപ്പറായ രീതിയിൽ കൺട്രോൾ ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. നമ്മുടെ സ്റ്റോറിലുള്ള മെറ്റീരിയൽസിനെ ABC അനാലിസിസ് അനുസരിച്ച് നമ്മൾ എത്രയായി തരംതിരിക്കുന്നുണ്ട്? 3 ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു. അത് ക്വസ്റ്റ്യൻ വരാവുന്നതാണ് കേട്ടോ. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ABC അനാലിസിസ് അനുസരിച്ച് മെറ്റീരിയൽസിനെ എത്രയായി കാറ്റഗറൈസ് ചെയ്യുന്നു. മാർക്ക് ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, A, B and C according to the cost of the materials and money value of consumption. എന്താണ് മെറ്റീരിയൽസിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ വിലയും ഉപഭോഗത്തിന്റെയും പിന്നെ എന്താണ് അതിന്റെ മണി വാല്യൂന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താ മെറ്റീരിയൽസിനെ A, B and C എന്ന 3 ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്റ്റോക്ക് അല്ലെ നമ്മുടെ എന്താണ് വെയർ ഹൗസിലുള്ള അതല്ലെങ്കിൽ സ്റ്റോറിലുള്ള ഐറ്റംസിനെ സ്റ്റോക്കുകളെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ABC അനാലിസിസ്. ABC അനാലിസിസ് അനുസരിച്ച് നമ്മൾ സ്റ്റോറിലെ ഐറ്റംസിനെ 3 ആയി കാറ്റഗറൈസ് ചെയ്യുന്നു. ഏതൊക്കെയാണത്? A, B and C. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? അതിന്റെ വിലയുടെ അടിസ്ഥാനത്തിലും വാല്യൂവിന്റെ അടിസ്ഥാനത്തിലും അല്ലെ പണത്തിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ആ ഐറ്റംസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് ABC അനാലിസിസ് ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ, A ഐറ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് നോക്കിയേ. ഇൻ ഹോൾ ഓഫ് ദ ഇൻവെന്ററി their area few costly ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാല് സ്റ്റോക്ക് ഇല്ലേ, സ്റ്റോക്ക് നമ്മൾ എന്താണ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്തതാവാം അല്ലെ അല്ലെങ്കിൽ നമ്മ ഇഷ്യൂ ചെയ്യുന്നതാവാം. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഐറ്റംസ് ആവാം. നമ്മുടെ സ്റ്റോറില് സ്റ്റോക്കുള്ള ഐറ്റം മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ അല്ലെങ്കിൽ പ്രോഡക്ട്സിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. സ്റ്റോക്കിലെ സ്റ്റോക്ക്
ആരാ ചോദിച്ചേ? ക്ലിയർ ആയോ? സ്റ്റോക്ക് ആരാ ചോദിച്ചേ? മിസ് പേര് ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ഒരു ഹോസ്പിറ്റൽ ഇൻവെന്ററി എക്സാമ്പിൾ പറഞ്ഞേ, ഓരോരുത്തരായിട്ട് പറഞ്ഞേ എക്സാമ്പിൾ. മെഡിസിൻ മാത്രമുള്ളോ? എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലേ? അപ്പാരറ്റസ് ഉണ്ട് അല്ലേ? ഹോസ്പിറ്റൽ മെറ്റീരിയൽസ്, ബെഡ്സ്, ലിനൻസ് അല്ലേ? ഡയറ്ററീസ് ക്ലോത്ത്സുകള്, മെഷീനറീസ് അല്ലെ? പിന്നെ എന്താണ് നമ്മുടെ ഡയറ്ററി സെക്ഷനിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് അല്ലെ? ഒരുപാട് സാധനങ്ങൾ വരുന്നില്ലേ? അപ്പൊ എല്ലാം എന്ത് പെടും? നമ്മുടെ ഇൻവെന്ററിയില്, ഹോസ്പിറ്റൽ ഇൻവെന്ററീസിൽ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ആയത്? കട്ടിലുണ്ട് അല്ലെ? കട്ടിലുണ്ട്. എന്താണ് പിന്നെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് അല്ലെ? പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് പറയുന്നു? ഹോസ്പിറ്റലിലെ ഇൻവെന്ററി എന്ന് പറയുന്നത് അല്ലെ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളെയും അല്ലെ? എല്ലാ പ്രോഡക്ട്സുകളെയും അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയും നമ്മൾ എന്ത് പറയുന്നു? ഇൻവെന്ററി എന്ന് പറയുന്നു. നെക്സ്റ്റ്, in whole a item നോക്കിയേ. In whole of the inventory there area few costly items which come under this group. നമ്മുടെ whole inventory മൊത്തത്തിലുള്ള സ്റ്റോക്കില് എന്താണ്? കുറച്ച് ഐറ്റംസ് മാത്രമായിരിക്കും അല്ലെ കോസ്റ്റ് കൂടിയത് വരുന്നത്. നമ്മുടെ വീട്ടിലെ ഐറ്റംസ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും കോസ്റ്റ് കൂടിയതാണോ? റേറ്റ് കൂടിയ ഐറ്റംസ് ആണോ? അല്ല അല്ലെ? നമ്മ ഇലക്ട്രോണിക്കലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളായിരിക്കും അല്ലെ? അല്ലെങ്കിൽ കാറ് അങ്ങനെയുള്ളതല്ലേ കുറച്ച് കോസ്റ്റ് കൂടിയത്. ബാക്കി സാധനങ്ങളൊക്കെ എന്താണ്? കോസ്റ്റ് കുറഞ്ഞതാണ് അല്ലെ? അപ്പൊ അത് നമ്മുടെ വീട്ടിലെ എത്രത്തോളം, എത്ര പെർസെന്റേജ് വരും ഏകദേശം ഒന്ന് പറയാമോ? ആ കോസ്റ്റ് കൂടിയ ഐറ്റംസ് ഒരു 10% അല്ലെ? ഒരു 10% അല്ലേ വരുന്നുള്ളൂ നമ്മുടെ മൊത്തത്തിലുള്ള സാധനങ്ങളില്. ഒരു 10%, ഒരു 15% അല്ലേ? ആണോ? അപ്പൊ അങ്ങനെ നമ്മുടെ ഇപ്പൊ വീട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്? വീട്ടിലെ കോസ്റ്റ് കൂടിയ സാധനങ്ങളെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്? എ ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കിയേ. ഹോസ്പിറ്റലിലെ ദീസ് ഐറ്റം എന്താണ്? ഫ്യൂ കോസ്റ്റ്ലി ഐറ്റംസ്, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ കോസ്റ്റ് കൂടിയത്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് ഐറ്റംസ് ആവശ്യമായിട്ട് വരുമല്ലോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ അതില് കോസ്റ്റ് കൂടിയത് എന്തൊക്കെയായിരിക്കും? മെഷീനറീസ് അല്ലെ? മെഷീനറീസ് അല്ലേ? മെഷീനറീസ്, എക്യുപ്മെന്റുകളിൽ തന്നെ എല്ലാം നമുക്ക് വിലപിടിപ്പുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാ സാധനങ്ങളും ഇല്ല അല്ലെ? ഇപ്പൊ തെർമോമീറ്റർ, BP അപ്പാരറ്റസ് അതൊക്കെ ഒരുപാട് കോസ്റ്റ് കൂടിയതാണോ? നെബുലൈസർ ആണോ? അല്ല അല്ലെ? അപ്പൊ എന്താ? ഒരുപാട് കോസ്റ്റ് കൂടിയ കുറച്ച് ഐറ്റംസ് മാത്രമാണ് എന്ത്? കോസ്റ്റ് കൂടിയ, വില കൂടിയ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. ആ ഐറ്റംസിനെയാണ് നമ്മൾ എ ഐറ്റത്തിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ. These items may not be more than 10% of the total items, but consumes about 70% of the total budget. നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഐറ്റംസില് ഒരു 10% മാത്രമേ എന്തുണ്ടാവുള്ളൂ? എ ഐറ്റംസ് ഉണ്ടാവുകയുള്ളൂ അല്ലെ? മെഷീനറീസ് ആണെങ്കിലും എക്യുപ്മെന്റ്സ് ആണെങ്കിലും വില കൂടിയത് എത്ര പെർസെന്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു 10% അല്ലെ? ആണോ? കുറച്ച് സാധനങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള സാധനങ്ങളിൽ, മെറ്റീരിയൽസില്, ഐറ്റംസില് ഒരു 10% മാത്രമാണ് എ ഐറ്റംസ് ഉൾപ്പെടുന്നത്. പക്ഷെ ഇതിന് ടോട്ടൽ ബഡ്ജറ്റിന്റെ എത്ര ചെലവ് വരുന്നുണ്ട്? ഒരു 70% ടോട്ടൽ ബഡ്ജറ്റിന്റെ നമ്മൾ ഈ എ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു
ഹോസ്പിറ്റലിലെ മൊത്തം ഐറ്റംസില് ഒരു 10% മാത്രമാണ് എ ഐറ്റംസ് വരുന്നത്. പക്ഷേ ഇതിന് ചെലവാകുന്ന പൈസ എത്രയാണ്? ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 70% നമുക്ക് ഈ എ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സോ നീഡ് പ്രോപ്പർ ആൻഡ് ഹാൻഡ്ലിംഗ്. അതുകൊണ്ട് എന്ത് വേണം? ഒരുപാട് പൈസ ചെലവാക്കി വാങ്ങുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം? പ്രോപ്പർ ആയ രീതിയിൽ, സേഫ് ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ്? പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്, പ്രോപ്പർ ആയിട്ട് സൂക്ഷിക്കുകയും അത് ഹാൻഡിൽ ചെയ്യുകയും കൈകാര്യം ചെയ്യുക. ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ്. Only necessary quantities of these inventories are purchased and stocked. നമുക്ക് ഒരുപാട് ഓവർ ആയിട്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യേണ്ടി വരുമോ? സ്റ്റോക്ക് ചെയ്യണോ? റേറ്റ് കൂടിയ സാധനങ്ങൾ, കോസ്റ്റ് കൂടിയ സാധനങ്ങൾ നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്താല് വേണ്ട അല്ലെ, നമുക്ക് നഷ്ടം വരും അല്ലെ ഒരുപാട് പർച്ചേസ് ചെയ്താല്. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, നെസസറി, നമുക്ക് മതിയായിട്ടുള്ള പർച്ചേസിങ് മാത്രം അല്ലെ, സ്റ്റോക്കിങ് മാത്രം നടത്തുക. ക്ലിയർ ആയോ? ഓവർ സ്റ്റോക്കിംഗ് ഒന്നും നടത്താതെ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവില് മാത്രം എ ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? എ ഐറ്റംസ്, ABC അനാലിസിസ് ക്ലിയർ ആയോ? ABC അനാലിസിസ് എ ഐറ്റംസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബി ഐറ്റംസ്. ബി ഐറ്റംസ് നോക്കിയേ. Items under this group are neither costly or cheap. ഈ ബി ഐറ്റംസിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഒരുപാട് കോസ്റ്റ് കൂടിയതോ ഒരുപാട് ചീപ്പ് ആയിട്ടുള്ളത് അല്ലെ, ഒരുപാട് റേറ്റ് കുറഞ്ഞതോ ആയിട്ടുള്ള സാധനങ്ങൾ. ഐറ്റംസിൽ എന്തായിരിക്കും? മിഡിലായിട്ടുള്ളത് അല്ലെ, അല്ലെ? ആവറേജ് പ്രൈസ് വരുന്ന, ഒരു ആവറേജ് കോസ്റ്റ് വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ ബി ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നത്. These items constitute 20% of the total quantity of the inventories. ഇതെന്താണ്? നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയിലെ, നമ്മുടെ ഇൻവെന്ററിയിലെ, നമ്മുടെ മൊത്തം സ്റ്റോക്കിന്റെ ഒരു 20% ഏത് ഐറ്റംസ് ആണ് നമ്മ സൂക്ഷിക്കുന്നത്? ബി ഐറ്റംസ് ആണ്. ബി ഐറ്റംസ്. എ ഐറ്റംസ് എത്ര പെർസെന്റേജാ? 10% അല്ലെ. ടോട്ടൽ സ്റ്റോക്കിന്റെ ഒരു 10% മാത്രമാണ് നമ്മൾ എ ഐറ്റംസ് സൂക്ഷിക്കുന്നത്. ബി ഐറ്റംസ് ആവുമ്പോൾ അത് എത്ര വരും? 20% ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇതിൽ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? 20% ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഇൻവെന്ററീസ്. നമ്മൾ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഇൻവെന്ററി വാങ്ങുന്നതിന് വേണ്ടി അല്ലെ, സ്റ്റോക്ക് വാങ്ങുന്നതിന് വേണ്ടി ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 20% യൂസ് ചെയ്യുന്നത് ഏത് ഐറ്റംസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്? പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ എത്രയാണ് ടോട്ടൽ ബഡ്ജറ്റിന്റെ യൂസ് ചെയ്യുന്നത്? 70% അല്ലേ. കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തെറ്റ് വരില്ല കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ കേട്ടോ, എക്സാമിന് ചോദിച്ച് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? ബി ഐറ്റംസ്, ബി ഓക്കെ ആയോ? നെക്സ്റ്റ് സി ഐറ്റംസ്. സി ഐറ്റംസ് അപ്പൊ എന്തായിരിക്കും? എ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് കൂടിയത്. ബി ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് കോസ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ സി ഐറ്റംസ് എന്തായിരിക്കും? ചീപ്പ് ഐറ്റംസ് അല്ലെ, റേറ്റ് കുറഞ്ഞ ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും സി ഐറ്റംസിൽ. നമുക്ക് എന്തൊക്കെ പറയാം? എക്സാമ്പിള് സിറിഞ്ച്, കോട്ടൺസ് ഒക്കെ പറയാം അല്ലെ. പറഞ്ഞൂടെ? അപ്പൊ നോക്കിയേ, these items are comparatively cheaper in cost. Plastic items cheaper in cost and represent 70% of the total quantity of the inventories. എന്താണ് ഈ ഐറ്റംസിന്? നമുക്ക് എത്രയാ ഈ ഐറ്റംസ് എത്രയാണ്? എന്താണ്? ചീപ്പായിട്ടുള്ള അല്ലെ, റേറ്റ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് സി ഐറ്റംസിൽ വരുന്നത്. നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ, നമ്മുടെ സ്റ്റോക്കില്
ടോട്ടൽ ക്വാണ്ടിറ്റിയിലെ ഒരു 70% ഏത് ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്? സി ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? 70% represent 70% of the total quantity of the inventories. Inventory മൊത്തത്തിലുള്ള ഇൻവെന്ററിയുടെ ഒരു 70% സ്റ്റോക്ക് ഏത് ഐറ്റംസ് ആണ്? സി ഐറ്റംസ് ആണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് എ ഐറ്റംസ് 10%, ബി ഐറ്റംസ് 20%, ബാക്കി എത്രയുണ്ട്? 70% അല്ലേ? ആ 70% ഏത് ഐറ്റംസ് ആണ്? സി ഐറ്റംസ് ആണ്. 10% of the total expenditure of inventories. നമുക്ക് ഇൻവെന്ററീസ് അല്ലെ നമ്മുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിന് ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 10% മാത്രമാണ് നമുക്ക് സി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്, ചിലവാകുന്നത്. ക്ലിയർ ആയോ? എ ഐറ്റംസിന് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 70% നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? എ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ബി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 20% ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സി ഐറ്റംസ് വാങ്ങാൻ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുള്ളൂ? ആ സമയത്ത് ഒരു 10% മാത്രമാണ്, ഫണ്ട് മാത്രമാണ് നമ്മൾ സി ഐറ്റംസ് വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ക്ലാസിഫിക്കേഷൻസിലെ ആദ്യത്തേത് മനസ്സിലായോ? ABC ആനുവൽ വാല്യൂ അനാലിസിസ് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാലോ. ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ജോലികൾ എന്തെല്ലാമാണ്? കീപ്, receive, records and withdrawal of the stock room. സ്റ്റോക്ക് റൂമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നമ്മൾ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ? സ്റ്റോക്ക് റൂമില് ഒരുപാട് സ്റ്റോക്ക് റൂം സൂക്ഷിക്കുന്നത് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ എന്താണ്? നമ്മൾ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, ഒരുപാട് ഐറ്റംസ്. അപ്പൊ അതിന്റെയൊക്കെ എന്ത് വേണം? അഡ്വാൻറ്റേജ്. സോറി എടുക്കാം വിട്ടുപോയി. അഡ്വാൻറ്റേജസ്, ABC അനാലിസിസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തെല്ലാമാണ് നോക്കി. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ് ആൻഡ് ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് നമ്മുടെ ഫണ്ട് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഇൻവെന്ററിയുടെ ഫസ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ്. നമുക്ക് ഇൻവെന്ററീസ് സ്റ്റോക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കോ? ഈ ABC അനാലിസിസ് അനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കോ? നമുക്കറിയാം. സാധിക്കില്ലേ ഷെഫീന? നമുക്കറിയാം അല്ലെ, നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 70% മാത്രം നമുക്ക് എന്തിനു വേണ്ടി ചെലവാക്കാം? എ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ചെലവാക്കാം അല്ലെ? അതേപോലെ ഒരു 20% മാത്രം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ബി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കി 10% മാത്രം നമ്മൾ എന്തിനു ഉപയോഗിക്കും? സി പെർസെന്റേജ് അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോക്കിന്റെ നിക്ഷേപം, ഇൻവെന്ററിയുടെ നിക്ഷേപം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കോ ABC അനാലിസിസ് അനുസരിച്ച്? കൂടാതെ എന്താണ്? നമ്മുടെ ഫണ്ടുകളെ, നമുക്ക് ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഫണ്ടുകള് നമുക്ക് മികച്ച രീതിയിൽ അല്ലെ, പ്രോപ്പറായ രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കോ? ഒരുപാട് ഓവർ സ്റ്റോക്കിംഗ് ഒന്നും വരാതെ അല്ലെ? ഇപ്പൊ എ ഐറ്റംസ് ആണെങ്കിലും ഒരുപാട് ഓവർ സ്റ്റോക്കിംഗ് ഒന്നും വരാതെ ഇവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ലേ? ഫണ്ടുകള് പർച്ചേസ് ചെയ്യാണ്ട് ഇവർക്ക് കറക്റ്റ് രീതിയിൽ ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് scientific and selective control helps in the maintenance of high stock turnover rate അല്ലെ? ഉയർന്ന സ്റ്റോക്ക് എന്താണ്? നമുക്ക് എ ഐറ്റംസ് ഒക്കെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് പർച്ചേസ് ചെയ്യേണ്ടി വരുമോ? പർച്ചേസ് ചെയ്യണോ? വേണ്ട അല്ലെ? ഒരുപാട് പർച്ചേസ് ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് ഫണ്ടുകൾ ആവശ്യമായിട്ട് വരും അല്ലെ? നമ്മുടെ കയ്യിലുള്ള ഫണ്ട് തികയാണ്ട് വരുമല്ലോ. അപ്പൊ ഉയർന്ന സ്റ്റോക്ക് ടേൺ ഓവർ നിരക്കിൽ ശാസ്ത്രീയവും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ അല്ലെ, സെലക്റ്റീവ് ആയിട്ടുള്ള നിയന്ത്രണം നടത്താനായിട്ട് ഈ ABC അനാലിസിസ് കൊണ്ട് സാധിക്കുന്നു ഇല്ലേ? ഇവർക്ക് ഉയർന്ന സ്റ്റോക്ക് വരാത്ത രീതിയിലും അല്ലെ,
ടേൺ ഓവർ നിരക്ക് അല്ലെ, ഒരുപാട് ടേൺ ഓവർ വരാത്ത രീതിയിലും അവർക്ക് എന്താണ് നിയന്ത്രിക്കാൻ, നമ്മുടെ സ്റ്റോക്കുകൾ നിയന്ത്രിക്കാനായി ഈ ABC അനാലിസിസ് കൊണ്ട് സാധിക്കുന്നു. ക്ലിയർ ആയത്? അതിനുള്ള ഒരു സയന്റിഫിക് അല്ലെങ്കിൽ സെലക്റ്റീവ് ഒരു കൺട്രോൾ അനാലിസിസ് ആണ് ABC അനാലിസിസ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക് അല്ലെ. എന്താണ് ഈ ABC അനാലിസിസ്? എന്താണ് നമുക്ക് മതിയായ രീതിയിലുള്ള അല്ലെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നിലനിർത്താനായി സാധിക്കുന്നു അല്ലെ. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ സ്റ്റോക്കിന്റെ എത്ര പെർസെന്റേജ് മാത്രമാണ് A ഐറ്റംസ് വരേണ്ടത്? 10% അല്ലെ. അല്ലെ B ഐറ്റംസ് എത്ര വരണം? B ഐറ്റംസ് എത്ര വരണം? 20%. C ഐറ്റംസ് എത്ര വരണം? 70% അല്ലെ. അപ്പൊ അങ്ങനെ ആവശ്യത്തിന് സ്റ്റോക്ക് നിലനിർത്താനായിട്ട് ഈ ABC അനാലിസിസ് കൊണ്ട് സാധിക്കോ? സ്റ്റോർ റൂമില് അപ്പൊ ക്ലിയർ ആയോ? അത് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇൻവെന്ററിയുടെ അല്ലെ, ഇൻവെന്ററിയുടെ നിക്ഷേപം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നിയന്ത്രിക്കാനും ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും പോസിബിൾ ആയ രീതിയിൽ അവർക്ക് ഫണ്ടുകൾ വിനിയോഗിക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഉയർന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ടേൺ ഓവർ റേറ്റ് നിരക്ക് കൂട്ടാതെ അല്ലെ, ഇൻക്രീസ് ചെയ്യാത്ത രീതിയിൽ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ സ്റ്റോർ റൂമില് സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ശാസ്ത്രീയവും സെലക്റ്റീവുമായിട്ടുള്ള ഒരു കൺട്രോൾ ആണ് ABC അനാലിസിസ്. ക്ലിയർ ആയത്? രണ്ടാമത് വരുന്നത് എന്താണ്? മൂന്നാമത് നമ്മുടെ സ്റ്റോർ റൂമില് അല്ലെ, നമ്മുടെ സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്ന വെയർ ഹൗസിലാവാം, സ്റ്റോർ റൂമിലാവാം, ആവശ്യത്തിന് സ്റ്റോക്ക് നിലനിർത്താനായിട്ട് ഈ ABC അനാലിസിസ് സഹായിക്കുന്നു. ക്ലിയർ ആയോ? അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? നെക്സ്റ്റ് ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറുടെ ജോബ് സമ്മറി അല്ലെ, ജോലികൾ എന്തെല്ലാമാണ്? കീപ് റെസീപ്റ്റ്, റെക്കോർഡ്സ് ആൻഡ് വിത്ഡ്രോവൽസ് ഓഫ് ദി സ്റ്റോക്ക് റൂം. സ്റ്റോക്ക് റൂമിൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ, ഉണ്ടോ? അപ്പൊ അതിനൊക്കെ എന്ത് വേണം? ആ സ്റ്റോർ റൂമില് സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അത് കറക്റ്റ് രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ, പർച്ചേസ് ചെയ്യുന്നതിൽ അവർക്ക് എന്തൊക്കെ വേണം? റെക്കോർഡ് വേണം അല്ലെ, റെസിപ്റ്റുകൾ വേണം അല്ലെ, റെസിപ്റ്റ് റെക്കോർഡ് വേണം. ഇനി പർച്ചേസിങ് വാങ്ങുമ്പോഴും അവർ കൊടുക്കുമ്പോൾ അവർ റെസിപ്റ്റ് കൊടുക്കാറില്ലേ? റെസിപ്റ്റ് വേണം. കൂടാതെ എന്താണ്, ഇവര് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെ, അല്ലെങ്കിൽ ഓരോ ഏരിയാസിലേക്ക് ആവശ്യമായിട്ടുള്ള, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ? വിത്ഡ്രോ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള വിത്ഡ്രോവൽസിന്റെ റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിക്കാം. വിത്ഡ്രോവൽ നമ്മൾ എന്താണ്, സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടല്ലേ ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുന്നത്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെ, അവരുടെ നീഡ്സിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കണം അല്ലെ സ്റ്റോർ റൂമിൽ നിന്ന്. അങ്ങനെ വിത്ഡ്രോവലൊക്കെ നടത്തുന്നത് ആരാ? സ്റ്റോർ കീപ്പർ ആണ്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ വീട്ടില് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണം അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ബിസ്ക്കറ്റ് വേണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ നമ്മൾ ആരോടാ പറയുന്നേ? അത് പ്രിപ്പയർ ചെയ്ത് തരാനായിട്ട്, ഉണ്ടാക്കി തരാനായിട്ട് അമ്മനോട് പറയും. അപ്പൊ ഈ സാധനങ്ങൾ, നമ്മുടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ആരാ? പൊടികള്, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ആരാ? അമ്മ അല്ലെ. അപ്പൊ ഇവിടെ ആരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റോർ ഐറ്റംസ് സ്റ്റോറിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് ആരാ? സ്റ്റോർ കീപ്പർ അല്ലേ. അപ്പൊ അതൊക്കെ എന്താണ്? വിത്ഡ്രോവൽസ്, റെക്കോർഡുകൾ സൂക്ഷിക്കല്, റെസിപ്റ്റുകൾ സൂക്ഷിക്കലൊക്കെ ആരുടെ ഡ്യൂട്ടീസ് ആണ്? സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയത്?
Next, receive, unload and shelf supplies. എന്ത് ചെയ്യണം? ഓരോ ലോഡുകളും വരുമ്പോൾ അത് എന്ത് ചെയ്യണം? ഇവര് പർച്ചേസിംഗ് ഓർഡർ കൊടുത്ത സാധനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് ആവാം, ഐറ്റംസ് ആവാം, എക്യുപ്മെന്റ്സുകളാകാം, വരുമ്പോൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം അല്ലെ? റിസീവ് ചെയ്യണ്ടേ? റിസീവ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? വണ്ടികളിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ആര് നേതൃത്വത്തിലായിരിക്കും അൺലോഡ് ചെയ്യുന്നത്? സ്റ്റോർ കീപ്പർ അല്ലെ? സപ്ലയർ ഉണ്ടാവും, സ്റ്റോർ കീപ്പർ ഉണ്ടാവുമല്ലോ. സ്റ്റോർ കീപ്പർ അപ്പൊ എന്ത് ചെയ്യാ? റിസീവ് ചെയ്യാ അല്ലെ? വരുന്ന സാധനങ്ങള് റിസീവ് ചെയ്യാ. പിന്നെ എന്ത് ചെയ്യണം? അൺലോഡ് ചെയ്യാ അല്ലെ? വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്യാ. കൂടാതെ ഷെൽഫ് സപ്ലൈസ് അല്ലെ? ഓരോന്നും സൂക്ഷിക്കേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവൂലേ? ഷെൽഫിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യാം. ഓരോ ഏരിയാസ് അല്ലെ? ഷെൽഫ് സപ്ലൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതൊക്കെ സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടീസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് duties that including returning, packing, pricing and labeling supplies. നമുക്ക് കിട്ടുന്ന സാധനങ്ങളില്, റിസീവ് ചെയ്യുന്ന സാധനങ്ങളില് ഡാമേജ് വന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്താണ്, നമ്മ കൊടുത്ത ഓർഡറിലും കൂടുതൽ വരുന്നത് ഉണ്ടാവും അല്ലെ? കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നത് ഉണ്ടാവാം അല്ലെ? അപ്പൊ പല ഇതുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? ആ സാധനങ്ങള് റിട്ടേൺ ചെയ്യോ? സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കോ? അതല്ലെങ്കിൽ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നത് ഉണ്ടാവാം അല്ലെ? ഗുണനിലവാരത്തില്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന സ്റ്റോറിൽ റിട്ടേൺ ചെയ്യാം അല്ലെ? കിട്ടുന്ന സാധനങ്ങള് വിലയിരുത്തിയതിനു ശേഷം അല്ലെ? പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും ഡാമേജ് ഉള്ള ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യുക. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? പാക്കിംഗ് ചെയ്യണം അല്ലെ? പാക്കിംഗ് ചെയ്യണ്ടേ? പാക്കിംഗ് ചെയ്യണം. വില ഒട്ടിക്കണം അല്ലെ? പ്രൈസിങ് ചെയ്യണം. ആൻഡ് ലേബലിംഗ് സപ്ലൈസ്, ലേബൽ ചെയ്ത് കണ്ടിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്യണം. അതും സ്റ്റോർ കീപ്പറിന്റെ നേതൃത്വത്തിലായിരിക്കണം അല്ലെ? Next, analyze deliveries for damage or discrepancy and report those to accounting for reimbursement and record. ഇപ്പൊ നമുക്ക് വരുന്ന സാധനങ്ങളിൽ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഡാമേജ് ഉണ്ടാവാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടാവാം അല്ലെ? റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത് പൊരുത്തക്കേടുകൾ. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടാവുമല്ലോ. നമ്മ ഫസ്റ്റ് പഠിച്ചപ്പോ പഠിച്ചല്ലേ? അണ്ടർ ഓർഡർ, ഓവർ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? നമ്മ കൊടുത്ത ഓർഡറിലും കൂടുതൽ വരാം, അല്ലെങ്കിൽ കൊടുത്ത ഓർഡറിലും കുറവ് വരാം അല്ലെ? അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ വരാം, സ്റ്റാൻഡേർഡിൽ വ്യത്യാസങ്ങൾ വരാം അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് സപ്ലയേഴ്സിന് റിപ്പോർട്ട് കൊടുക്കണോ? അത് തന്ന സപ്ലയേഴ്സിന് റിപ്പോർട്ട് കൊടുക്കണോ? എന്നിട്ട് അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴോ ചിലപ്പോ നമുക്ക് റീഫണ്ട് ഉണ്ടാവുമല്ലോ. പൈസ നമ്മ ഈ പേയ്മെന്റ് ഒക്കെ നടത്തിയതായിരിക്കും അല്ലെ? അപ്പൊ ആ സാധനങ്ങൾ, ആ ഡാമേജ് വന്ന സാധനങ്ങളില് അല്ലെങ്കിൽ എന്താണ് കുറവ് വന്ന സാധനങ്ങളിലൊക്കെ റീഫണ്ട് ചെയ്യാൻ അല്ലെ? മിസ് പറഞ്ഞത് മാറിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. ഡാമേജ് ഓർ ഡിസ്ക്രിപ്പൻസീസ് ആണ് പൊരുത്തക്കേടുകള്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്. അപ്പൊ കൊണ്ടുവന്ന അവര് റിസീവ് ചെയ്ത സാധനങ്ങളില് ഡാമേജോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കി വിലയിരുത്തി അനലൈസ് ചെയ്യുക അല്ലെ? വിലയിരുത്തി റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ്, തിരിച്ചടവ്, തിരിച്ചല്ലേ ആ പൈസ തിരിച്ച് കളക്ട് ചെയ്യണ്ടേ? റീഫണ്ട് ചെയ്യിക്കണ്ടേ? സാധനങ്ങളുടെ മെറ്റീരിയൽസിന് റീഫണ്ട് ചെയ്യിച്ചിട്ട് അതൊക്കെ എന്ത് ചെയ്യണം? അതിനു വേണ്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം അല്ലെ? റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടേ? ഇങ്ങനെ എന്താണ് ഡാമേജ് വന്നിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ട്, അപ്പൊ അവർ ഇത്ര രൂപ റീഫണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നീട് ഓഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോ ബുദ്ധിമുട്ട് വരോ? മിസ്മാച്ചിങ് വരും അല്ലെ ഫണ്ടില്? അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അതിനാവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, rotate stock and coordinate the disposal of surpluses. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൊട്ടേറ്റ്
റൊട്ടേറ്റ് ചെയ്യാം, തിരിക്കുക. എന്താണ് തിരിക്കുക എന്ന് പറയുന്നത്? സപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ കുറെ പറഞ്ഞല്ലോ, ആദ്യം മിസ് പറഞ്ഞില്ലേ, പല രീതിയിലുള്ള സ്റ്റോറിങ് നടക്കുന്നുണ്ട് അല്ലെ. ഷെൽഫ് സപ്ലൈ ഉണ്ട് അല്ലെ, ഷെൽഫ് സ്റ്റോറേജ് ഉണ്ട്, ബിൻ സ്റ്റോറേജ് ഉണ്ട് അല്ലെ. മറന്നുപോയോ അതൊക്കെ? ബൾക്ക് സ്റ്റോറേജ് ഉണ്ട് അല്ലെ, ടെക്നിക്കൽ സ്റ്റോറേജുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ എന്താണ്, നമ്മ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൂക്ഷിക്കണ്ടേ, റൊട്ടേറ്റ് ചെയ്ത് അല്ലെ. ഓരോന്നും ഓരോ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? തരംതിരിച്ച് സൂക്ഷിക്കണം അല്ലെ. എന്റെ നമ്മുടെ വീട്ടില് നമ്മ ഓരോ മാസം ഫസ്റ്റ് വാങ്ങുന്ന സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മ ഓരോന്നും തരംതിരിച്ച് സൂക്ഷിക്കോ? സോപ്പ് പൊടി അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ് വേറെ, ഷാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് വേറെ സൂക്ഷിക്കും അല്ലെ, പൗഡേഴ്സ് വേറെ സൂക്ഷിക്കും അല്ലെ. അപ്പൊ പരിപ്പ് പയറ് അങ്ങനെയുള്ള ഐറ്റംസ് വേറെ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾ ഒരു പർച്ചേസ് ചെയ്യുമ്പോ സ്റ്റോക്കുകൾ എന്ത് ചെയ്യാ? തരം തിരിച്ച് സൂക്ഷിക്കുക. എന്നിട്ട് എന്താണ് മിച്ചം വരുന്നതിനെ എന്താണ് നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെ. പഴയ സ്റ്റോക്കില് എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അല്ലെങ്കിൽ ഡാമേജ് വരുന്ന ഐറ്റംസ് എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യണോ? നമ്മൾ അങ്ങനെയല്ലേ, വീട്ടില് സാധനങ്ങൾ മേടിക്കുമ്പോ എന്ത് ചെയ്യും? പഴയ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ആദ്യം ഒന്നില്ലെങ്കിൽ അത് യൂസ് ചെയ്യും അല്ലെ, അത് ആദ്യം ഉപയോഗിക്കും അല്ലെ. അതല്ലെങ്കിൽ എന്താണ് ചീത്ത ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ഡിസ്പോസ് ചെയ്തിട്ടല്ലേ പുതിയ ഐറ്റംസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയോ? ഓരോ പർച്ചേസിങ് കഴിഞ്ഞ് അവർ റിസീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഓരോ സാധനങ്ങളും റൊട്ടേറ്റ് ചെയ്ത് അല്ലെ തരംതിരിച്ച് സൂക്ഷിക്കുകയും പഴയ സ്റ്റോക്കിൽ എന്തെങ്കിലും ഡാമേജുകൾ എന്തെങ്കിലും ഇത് വരുന്നതൊക്കെ എന്താണ് ചീത്തയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം? മിച്ചത്തിൽ വരുന്നത് എന്താ? ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ensure adequate record keeping and manage all documentation to confirm proper stock levels and keep inventory control. എന്താണ്? ശരിയായ അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽസ് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും ഇൻവെന്ററി അല്ലെ നിലനിർത്തുന്നതിനും മതിയായ റെക്കോർഡുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയും എല്ലാ ഡോക്യുമെന്റേഷനും കൈകാര്യം ചെയ്യുകയും ചെയ്യുക അല്ലെ. നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെ, നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷൻസും ആര് സൂക്ഷിക്കണം? ഈ സ്റ്റോർ കീപ്പർ സൂക്ഷിക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ നമുക്ക് സ്റ്റോറിൽ നമ്മ ഒരുപാട് ഐറ്റംസ് സൂക്ഷിക്കുന്നുണ്ടാവുമല്ലോ, ഒരുപാട് ഐറ്റംസ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്ക ഐറ്റംസും നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാവുമല്ലോ സ്റ്റോർ റൂമില്. അപ്പൊ അത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടോ എന്ന് വിലയിരുത്തണ്ടേ? അപ്പൊ അതാരാ ചെയ്യേണ്ടത്? ശരിയായ സ്റ്റോക്ക് ലെവൽ സ്ഥിരീകരിക്കുന്നത് അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ മതിയായ സ്റ്റോക്ക് ലെവൽ, ഓരോ മെറ്റീരിയൽസും സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കുന്നതും ഇൻവെന്ററിയുടെ എന്താണ് നിയന്ത്രണം അല്ലെ. നമ്മ പറഞ്ഞു എ ഐറ്റംസ് നമുക്ക് 10% മാത്രം നമ്മ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ, ബി ഐറ്റംസ് 20% മാത്രം പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ആരാ? സ്റ്റോർ കീപ്പർ അല്ലെ. ഇൻവെന്ററിയുടെ നിയന്ത്രണം നിലനിർത്തുന്നതും മതിയായ അല്ലെ നമ്മ പർച്ചേസ് ചെയ്യുന്നതാവാം റിസീവ് ചെയ്യുന്നതായാം സാധനങ്ങളുടെ ഡോക്യുമെന്റേഷൻ അല്ലെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതും സ്റ്റോർ കീപ്പർ ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, കോർഡിനേറ്റ് the handling of freight, the movement of equipment and the necessary minor repairs. Coordinate the handle of freight. നമുക്ക് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചരക്കുകൾ വരുന്ന സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുന്ന ഐറ്റംസ് അല്ലെ ചരക്കുകൾ കൈകാര്യം ചെയ്യാം അല്ലെ, ഹാൻഡിൽ ചെയ്യാം. എന്നിട്ട് അത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇത് കൊടുക്കണ്ടേ, ഓരോ ചരക്കുകളും മെറ്റീരിയൽസും യൂസർ ഡിപ്പാർട്ട്മെന്റിന് അല്ലെ. ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിന്
റിപ്പയേഴ്സ് വരല്ലേ മിസ് പറഞ്ഞത്? മൈനർ റിപ്പയേഴ്സ് അല്ലേ? ഓക്കെ, എന്താണ് നമുക്ക് വരുന്ന ചരക്കുകൾ കൈകാര്യം ചെയ്യാം അല്ലെ? കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ശരിയായ രീതിയിൽ അവര് അല്ലെ, ശരിയായ രീതിയിൽ ഈ സ്റ്റോർ കീപ്പർ സ്റ്റോർ ചെയ്യണം അല്ലെ? എന്താണ് ഷെൽഫ് സപ്ലൈ ആണോ, ബൾക്ക് സപ്ലൈ സ്റ്റോറേജ് ആണോ അല്ലെ, ബിൻ സ്റ്റോറേജ് ആണോ അല്ലെ, ടെക്നിക്കൽ പരമായിട്ടുള്ള അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കിയിട്ട് എല്ലാവരും എന്താണ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക അല്ലെ? പിന്നെന്താണ് എക്യുപ്മെന്റുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റിന് അത് എത്തിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ ഡയാലിസിസ് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ലബോറട്ടറി സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് അവിടേക്ക് മൂവ്മെന്റ് ചെയ്യിക്കണോ, നീക്കണോ? അപ്പൊ അങ്ങനെയുള്ള മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്, വാങ്ങിച്ച സാധനങ്ങളുടെ മൂവ്മെന്റ്, കൂടാതെ നെസസറി മൈനർ റിപ്പയേഴ്സ് അല്ലെ, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും റിപ്പയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, എക്യുപ്മെന്റുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? Next, pilferage and wastage in hospital. ഹോസ്പിറ്റലില് ഈ മെറ്റീരിയൽസ് ആവാം, ഐറ്റംസ് ആവാം അല്ലെ, പിൽഫറേജ് മോഷണവും വേസ്റ്റേജും വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് വേസ്റ്റേജ് വരാം, അല്ലെങ്കിൽ അവിടെ കളവ് നടക്കാം, ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം, കളവ്. എന്തൊക്കെയായിരിക്കും? ഇംപ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ്. പിന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ അല്ലെ, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ അവിടെ ചിലപ്പോൾ പിൽഫറേജ് നടക്കാം, അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റേജ് വരാം അല്ലെ, പെട്ടെന്ന് ദ്രുതഗതിയിൽ ചെയ്യുമ്പോ ഒരു പേഷ്യൻസിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും സഡൻ ആയിട്ട് ചെയ്യും. എന്താണ് അവിടെ ചിലപ്പോ വേസ്റ്റേജ് സംഭവിക്കാം അല്ലെ, മെറ്റീരിയൽസിന്റെ ധൃതിയിലൊക്കെ എടുക്കുമ്പോ. പിന്നെ റഷ് വരുമ്പോ, തിരക്ക് വരുമ്പോ അല്ലെ. നോക്കാം, വേരിയസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സപ്ലൈ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവർ ഒരുപാട് ഉപയോഗിക്കും അല്ലെ, ഒരുപാട് സപ്ലൈ അവർക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടല്ലോ അല്ലെ, ഒരുപാട് ഉണ്ടല്ലോ എന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? അവര് ആവശ്യത്തിൽ കൂടുതൽ അത് യൂസ് ചെയ്യും, അപ്പൊ വേസ്റ്റേജ് സംഭവിക്കാം. പിന്നെ തിരക്ക് വരുമ്പോ അല്ലെ, സ്റ്റാഫ് ലീവ്, ചെക്കിങ് ഇല്ലെങ്കിൽ വരാലോ, പ്രോപ്പർ രീതിയിലുള്ള നമ്മുടെ സ്റ്റാഫുകൾ എന്താണ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു പോകുമ്പോ അവരെ പ്രോപ്പർ രീതിയിൽ ചെക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മോഷണങ്ങൾ സംഭവിക്കാലോ. പല രീതിയിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെ ഹോസ്പിറ്റല് അല്ലെ, ക്ലീനിങ് സ്റ്റാഫുകൾ വരെ, മേലെ മുതൽ താഴെ വരെയുള്ള സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. എല്ലാവരുടെ മൈൻഡും ഒരേപോലെ ആയിരിക്കും, മെന്റാലിറ്റി മൈൻഡ് ഇംപ്രോപ്പർ മാനേജ്മെന്റിൽ. അപ്പൊ എന്താ ചിലപ്പോ അവർ മോഷണങ്ങൾ നടത്താലോ. മൂവീസിലൊക്കെ കാണാറില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ അങ്ങനെയൊക്കെ. പിന്നെ സെക്യൂരിറ്റിക്കാരുടെ അഭാവം ഉണ്ടെങ്കിൽ പിൽഫറേജ് നടക്കാലോ, സെക്യൂരിറ്റികളുടെ. നോക്കിയേ, എമർജൻസി കോസസ്, കാരണങ്ങൾ എന്തെല്ലാമാണ് പിൽഫറേജ് നടക്കാനും ഹോസ്പിറ്റലിലെ വേസ്റ്റേജിലെ നടത്താനുമുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത് അല്ലെ, നമുക്ക് ജീവിതവും ലൈഫും ഡെത്തും ഉൾപ്പെടുന്ന അടിയന്തര സാഹചര്യം വരുമ്പോൾ, ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെ,
ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തം അല്ലേ? പഠിക്കാനുണ്ട് കേട്ടോ, ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് മിസ് എടുക്കുന്ന ചാപ്റ്റർ അതാണ് കേട്ടോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ഒരു ദുരന്തം, ഒരു വെള്ളപ്പൊക്ക ഫ്ലഡ് ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു എർത്ത് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റലില് സാധാരണ ഉള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത്. സാധാരണ ഉള്ള അത്രയും പേഷ്യൻസിനെ ആയിരിക്കും കൊണ്ടുവരുന്നത്? ഇല്ല അല്ലെ, ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്? ആ ഒരുപാട് പേഷ്യൻസിനെ അറ്റ് എ ടൈം ഇവര് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ, ചികിത്സ കൊടുക്കണ്ടേ കാഷ്വാലിറ്റിയിൽ അല്ലെ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വരും? ഒരു അടിയന്തര സാഹചര്യം, എമർജൻസി സിറ്റുവേഷൻ അല്ലേ വരുന്നത്. എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേപോലെ ട്രീറ്റ്മെന്റ് ലഭ്യമാകണം അല്ലെ. വേണ്ടേ? അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ആ സമയത്ത് ഫിൽട്രേജും വേസ്റ്റേജും സംഭവിക്കാലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? എല്ലാ കാര്യങ്ങളും അവർ പെട്ടെന്ന് ചെയ്യണം അല്ലെ. പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. പിന്നെ എന്താണ്? നഴ്സുമാരുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഷോർട്ടേജ് വരാലോ. ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ഷോർട്ടേജ് വരാലോ. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെ വരാലോ? നമ്മുടെ ഫിൽട്രേജും വേസ്റ്റേജും സംഭവിക്കാം അല്ലെ. അങ്ങോട്ട് ഓടി ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ എന്താണ്? ലൈഫ് ആൻഡ് ഡെത്ത് അല്ലെ, ജീവിതവും മരണവും ഉൾപ്പെടുന്ന അടിയന്തര സാഹചര്യങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഫിൽട്രേജും വേസ്റ്റേജും സംഭവിക്കാം. നെക്സ്റ്റ്, അർജന്റ് അറ്റൻഷൻ ടു പേഷ്യൻസ് ദാറ്റ് ഇൻവോൾവ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽസ്. ഒരു പേഷ്യൻസിന് അറ്റൻഷൻ അല്ലെ, അർജന്റ് അറ്റൻഷൻ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ദ്രുതഗതിയിൽ നമ്മ മെറ്റീരിയൽസ് ഉപയോഗിക്കണ്ടേ? ചെല്ലണം. വേണ്ടേ? ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നിരിക്കുകയാണ്, അവർക്ക് ഒരുപാട് ബ്ലീഡിങ്, അങ്ങനെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം? നമ്മ കോട്ടൺ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കോട്ടൺ വെച്ച് അത് കുറയ്ക്കണം അല്ലെ, ആ ബ്ലീഡിങ് മാറ്റണം, അവർക്ക് വേണ്ട മെഡിസിൻ കൊടുക്കണം അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ആ സിറ്റുവേഷനിൽ വേസ്റ്റേജ് സംഭവിക്കാനോ? ഒരു രോഗിക്ക് അടിയന്തര ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? മെറ്റീരിയൽസിന്റെ ദ്രുത ഉപയോഗം അല്ലെ. മെറ്റീരിയൽസ് നമ്മ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുമ്പോൾ എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂ exposure of stock continuously to lower level personnel, no standardized activity. Lower ലെവലിലുള്ള പേഴ്സൺസ് എന്താണ്? സാധനങ്ങൾ, സ്റ്റോക്കുകൾ, മെറ്റീരിയൽസ് തുടർച്ചയായി അവര് മിസ്യൂസ് ചെയ്യുക, ഒരുപാട് ഉപയോഗിക്കുമ്പോൾ വേസ്റ്റേജ് സംഭവിക്കാമല്ലോ. നോ സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റി അല്ലെ, അധികം പ്രാക്ടീസ് ഇല്ലാത്ത സ്റ്റാഫുകൾ എന്ത് ചെയ്യും? അവർക്കറിയോ കോട്ടൻസ് അല്ലെങ്കിൽ മരുന്നുകള് അല്ലെങ്കിൽ എത്രത്തോളം ഉപയോഗിക്കണമെന്ന് അവർക്ക് അറിയാൻ പറ്റുമോ? എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയ സ്റ്റാഫുകൾക്ക് ഇല്ല അല്ലെ. അവർ എന്ത് ചെയ്യും? ചിലപ്പോ കുറച്ചെടുക്കേണ്ടടുത്ത് കൂടുതലൊക്കെ യൂസ് ചെയ്യല്ലേ, ആണോ? അപ്പൊ ലോവർ ലെവലിലുള്ള അല്ലെ, ലോവർ സ്റ്റാഫുകൾ എന്ത് ചെയ്യാ? തുടർച്ചയായി കൂടുതലായിട്ട് മെറ്റീരിയൽസ് ആവാം, ഐറ്റംസ് ആവാം അല്ലെ, കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ അവർ ഒരുപാട് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ വേസ്റ്റേജ് സംഭവിക്കാം. ക്ലിയർ ആയോ? ഇപ്പൊ വീട്ടിലാണെങ്കിലും കിച്ചണില് നമ്മ അമ്മമാരും നമ്മളും കയറുമ്പോ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതില്, വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? എന്ത് ചെയ്യും? അമ്മമാര് കറക്റ്റ് ക്വാണ്ടിറ്റി അല്ലെ, ഒരു തിരുപ്പ് എടുത്ത് ശരിക്കും അവര് നല്ലോണം പ്രിപ്പയർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? കയറുമ്പോ തന്നെ കുറെ വെളിച്ചെണ്ണ അങ്ങനെ തന്നെ കൊട്ടില്ലേ? ഇതായിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? വേസ്റ്റേജ് ആണല്ലേ. ക്ലിയർ ആയോ? ഇപ്പൊ അത് ലോവർ ലെവൽ പേഴ്സണൽസ് എന്താണ്? അവർ ഒരുപാട് മെറ്റീരിയൽസ് ദുരുപയോഗം ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ്സ്. എന്താണ്?
നിരവധി ഓട്ടോണോമസ് യൂണിറ്റ്സുകൾ. നമുക്കറിയാം ഹോസ്പിറ്റലില് ഓരോ പല പല ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ? ആണോ? അല്ലെ? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഇത്തിരീശ വേസ്റ്റേജ് വന്നാൽ മതിയാലോ? മൊത്തത്തില് നോക്കുമ്പോ ഒരുപാട് ഹൈ ക്വാണ്ടിറ്റിയിലാവുമല്ലോ. നിരവധി സ്വയംഭരണ യൂണിറ്റുകൾ അല്ലെ? ഒരു ഹോസ്പിറ്റൽ അണ്ടറിൽ തന്നെ എന്താണ് നിരവധി സ്വയംഭരണ ഓട്ടോണോമസ് യൂണിറ്റ്സുകൾ ഉണ്ട്. സ്വയംഭരണ എന്ന് പറഞ്ഞാല് സ്വയംഭരണ യൂണിറ്റുകൾ അവരെ കാര്യങ്ങൾ അവരെന്നെ തീരുമാനിക്കണം. ഇപ്പൊ ICUലെ പ്രവർത്തനങ്ങൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ICUലുള്ള ആളുകൾ അല്ലെ? ആണോ? അതേപോലെ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ആരാ? ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും നഴ്സുമാരായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്വയംഭരണ യൂണിറ്റ്സുകൾ ഇല്ലേ? അപ്പൊ ഓരോ യൂണിറ്റ്സിലും ഓരോ ഇത്തിരീശയിൽ വേസ്റ്റേജ് വന്നാൽ മതിയാലോ? മൊത്തത്തിൽ എന്താവും? ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വരും അല്ലേ? വരൂ. അപ്പൊ നിരവധി സ്വയംഭര യൂണിറ്റുകൾ വരുമ്പോൾ എന്ത് വരും? വേസ്റ്റേജ് കൂടുതലാവുക അല്ലെ? ഓരോന്നിൽ നിന്നുള്ള വേസ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിൽ വേസ്റ്റേജ് സംഭവിക്കാം. നെക്സ്റ്റ് ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. ഇവിടെ ഡെപ്റ്റ് എന്നാണ് കിടക്കുന്നത്, അത് വെട്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്നാക്കാം. ഡിപ്പാർട്ട്മെന്റ്. Involvement of more departments in comprehensive administration. ഒരു സമഗ്ര അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോ അല്ലെ? പങ്കാളിത്തം വരുമ്പോൾ ഇല്ലേ? എന്ത് ചെയ്യും? നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിസിഷൻ തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ തീരുമാനങ്ങളായിരിക്കും അല്ലെ? ഓരോ മെറ്റീരിയൽസ് ആയിരിക്കും ആവശ്യം. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേസ്റ്റേജ് ഒക്കെ സംഭവിക്കാലോ. ഒരുപാട് വേസ്റ്റേജ് വരാം അല്ലെ? ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. നമ്മ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് എന്ത് ചെയ്യും? നമ്മുടെ ഫാദർ അല്ലെ ഹസ്ബൻഡ് തീരുമാനിക്കും. അതല്ല, നമ്മളോട് ഓരോരുത്തരോട് അഭിപ്രായം ചോദിച്ചു ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ വേസ്റ്റേജ് കൂടുതലായിരിക്കോ? ആണോ? അല്ലെ? ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് ഓരോ ഡിഷുകളെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് അവിടെ വേസ്റ്റേജ് കൂടുതൽ വരും അല്ലേ? വരും. അതല്ല, ഒരാള് ഇന്നത് മാത്രം ഓർഡർ ചെയ്താൽ മതി, ഇന്ന സാധനം മാത്രം ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാല് അവിടെ വേസ്റ്റേജ് വരുമോ? കൂടുതൽ വേസ്റ്റേജ് വരുമോ? എല്ലാവരും ആ ഒരു ഐറ്റം മാത്രം കഴിക്കും അല്ലെ? എല്ലാവരും ആ ഒരു ഐറ്റം മാത്രം കഴിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം അവർ ഓർഡർ ചെയ്യുള്ളൂ അല്ലെ? ഇപ്പൊ ക്ലിയർ ആയോ എന്താണെന്ന്? ഒരു കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ പങ്കാളിത്തം വരുമ്പോൾ അവിടെ വേസ്റ്റേജ് സംഭവിക്കാം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ എക്സാമ്പിൾ ഒക്കെ പറയുന്നത്. പലരുടെ ഒപ്പീനിയൻസ് അല്ലെ? അഭിപ്രായങ്ങൾ വേറെ വേറെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? വേസ്റ്റേജ് വരും അല്ലെ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ്, നോ ജോബ് സ്പെസിഫിക്കേഷൻ. എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണ്ടേ? ഹോസ്പിറ്റലിൽ അസൈൻ ചെയ്ത് കൊടുക്കണോ? വേണം അല്ലേ? എന്നാലാണ് ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങള് അവർക്ക് കറക്റ്റ് രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ? പ്രോപ്പറായ രീതിയിൽ അല്ലെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ പറയുന്നത് എന്താ? നോ ജോബ് സ്പെസിഫിക്കേഷൻ. ഓരോരുത്തർക്കും എന്ത് ചെയ്യാതിരിക്കുക? ജോലി സ്പെസിഫിക്കേഷൻ കൊടുക്കാതിരിക്കുക അല്ലെ? അപ്പൊ ആര് എപ്പോ എങ്ങനെ ചെയ്യണം എന്ന് അവർക്കറിയാൻ പറ്റോ? ആര് എപ്പോ എന്ത് ജോലി ചെയ്യണം എന്ന് അവർക്കറിയാൻ പറ്റോ? സ്പെസിഫിക്കേഷൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലാ, ഓരോരുത്തരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം അല്ലെ? എവിടെ വർക്ക് ചെയ്യണം എന്ന് അവർക്ക് അറിയാൻ പറ്റോ? ഇല്ല അല്ലെ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് വരാം?
ചില സെക്ഷനില് ഷോർട്ടേജ് വരാം അല്ലെ, സ്റ്റാഫുകളുടെ ഷോർട്ടേജ് വരാലോ. ആ സമയത്ത് എന്ത് വരാം, പിൽഫറേജും വേസ്റ്റേജും സംഭവിക്കാലോ. പിൽഫറേജും വേസ്റ്റേജും സംഭവിക്കാലോ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? മിസ് പറഞ്ഞത് ക്ലിയർ ആണോ? നെക്സ്റ്റ്, holding of large stock of material for each unit. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് അല്ല അല്ലെ, ഓരോ യൂണിറ്റിനും എന്ത് ചെയ്യാം, ഒരുപാട് ക്വാണ്ടിറ്റിയില് മെറ്റീരിയൽസ് കൊടുക്കാം അല്ലെ, സ്റ്റോക്കുകൾ കൊടുക്കാം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരുപാട് മിസ്യൂസ് ചെയ്യില്ലേ, ഒരുപാട് ഉപയോഗിക്കുമല്ലോ ആവശ്യമില്ലാണ്ട് അല്ലെ. മെഡിസിനുകളായിക്കോട്ടെ ഉപയോഗിക്കോ? അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്കുകൾ റിക്വയർ ആയിട്ടുള്ള അവരുടെ ആവശ്യത്തിനുള്ള സ്റ്റോക്കുകൾ മാത്രം കൊടുത്താൽ മതിയില്ലേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിക്കോട്ടെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിക്കോട്ടെ, ICUയിലേക്ക് ആയിക്കോട്ടെ അല്ലെ, വാർഡുകളിലേക്ക് ആയിക്കോട്ടെ, അവരുടെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോക്കുകൾ കൊടുക്കാം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമ്മ ഓവർ സ്റ്റോക്കിംഗ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഓവർ സ്റ്റോക്കിംഗ് കൊടുത്താല് ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഫുഡാണ് വേസ്റ്റേജ് വരാം, സോഴ്സ് ദൗർലഭ്യം വരാം, ഓവർ വേസ്റ്റ് ആവും അല്ലെ. ക്ലിയർ ആയില്ലേ? ഒരുപാട് യൂസ് ചെയ്തിട്ട് വേസ്റ്റേജ് സംഭവിക്കുന്നു. നെക്സ്റ്റ്, ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദി ക്ലോക്ക്. എന്ത് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു അല്ലെ, ഒരുപാട് വിസിറ്റേഴ്സ് വരാം അല്ലെ ഹോസ്പിറ്റലില്. ഒരുപാട് ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദി ക്ലോക്ക്, ഒരു 24 മണിക്കൂർ കൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് വരാം. നെക്സ്റ്റ്, നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. സ്റ്റാഫുകൾ എന്ത് ചെയ്യാ, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരെ കറക്റ്റ് രീതിയിൽ പ്രോപ്പർ ആയ രീതിയിൽ ചെക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെ, അവരെന്ത് വെച്ചും ചിലപ്പോ പിൽഫറേജ് നടക്കാലോ. സാധനങ്ങള് ഇപ്പൊ ഡയറ്ററി സർവീസ് സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, ഡയറ്ററി സർവീസിലേക്ക് എന്തായിരിക്കും, കിച്ചൺ മെറ്റീരിയൽസ് ആയിരിക്കും അല്ലെ, ഫുഡിന്റെ മെറ്റീരിയൽസ് ആയിരിക്കല്ലോ, ഫുഡിന്റെ റോ മെറ്റീരിയൽസ് ആവാം അല്ലെ. അപ്പൊ അതൊക്കെ സ്റ്റാഫുകൾ മോഷ്ടിക്കാനുള്ള സാധ്യതയില്ലേ? അപ്പൊ സ്റ്റാഫുകള് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരെന്താണ്, പ്രോപ്പർ ആയ രീതിയിൽ ശരിയായ രീതിയിൽ അവരെ ചെക്ക് ചെയ്തില്ലെങ്കിൽ, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റില് ക്ഷാമം നേരിടുമ്പോൾ എന്ത് സംഭവിക്കാം, പിൽഫറേജ് നടക്കാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും മെഡിസിന്റെ ക്ഷാമം നേരിടാണ്, ഷോർട്ടേജ് വരണം. അപ്പൊ ഹോസ്പിറ്റലിൽ അതിന്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും കളവ് നടത്താലോ. അവർക്ക് എന്തിനു പറ്റും, മാർക്കറ്റിൽ കൊണ്ടുപോയി അല്ലേ കൂടുതലിന് വിൽക്കാൻ പറ്റുമല്ലോ. അവര് വാങ്ങിച്ചല്ലേ ഒരുപാട് പ്രൈസിന് വിൽക്കാൻ പറ്റും. അപ്പൊ എന്ത് പറ്റും, പിൽഫറേജ് നടക്കാം അല്ലെ, കളവ് നടത്താം. നെക്സ്റ്റ്, പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ഓഡിറ്റ് സിസ്റ്റം. എന്താണ്, നല്ല രീതിയിലില്ലാത്ത ഒരു മെറ്റീരിയൽ മാനേജ്മെന്റും ഒരു ഓഡിറ്റും സിസ്റ്റം ആണെങ്കിൽ അല്ലെ, അവിടെ പിൽഫറേജ് നടക്കാം അല്ലെ, കളവ് നടക്കാലോ. എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യണം അല്ലെ, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യണം അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ. അപ്പൊ കറക്റ്റ് രീതിയിൽ പ്രോപ്പർ ആയ രീതിയിലുള്ള ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇല്ലാത്തതും ഓഡിറ്റ് സിസ്റ്റം നടക്കാത്തതും, ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ഇൻ ദ സെയിം കോമ്പൗണ്ട്. ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്താലും അപ്പൊ അവിടെ നടക്കാലോ പിൽഫറേജും വേസ്റ്റേജും സംഭവിക്കാലോ. ഓരോ സെക്ഷനിലും ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫുകൾ വരാണ് അല്ലെ, ആണോ? അപ്പൊ അവിടെ പിൽഫറേജും വേസ്റ്റേജും നടക്കാം. നെക്സ്റ്റ്, inadequate workforce to document expenditure and revenue accurately. കൃത്യമായ എക്സ്പെൻഡിച്ചർ റവന്യൂ അല്ലെ, വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്താനുള്ള ജോലിക്കാരില്ലാത്തത് അല്ലെ. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ശരിയായ പ്രോപ്പറായ രീതിയിൽ കണക്കുകൾ രേഖപ്പെടുത്താനുള്ള സ്റ്റാഫുകളുടെ അഭാവം ഉണ്ടെങ്കിലും അവിടെ പിൽഫറേജ് നടക്കാലോ, വേസ്റ്റേജും നടക്കാം അല്ലെ. ക്ലിയർ ആയോ മിസ്? എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും?
അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് വലിയൊരു ലെങ്തി ചാപ്റ്റർ ആണ് അല്ലെ. കുറെ ദിവസമായില്ലേ മിസ് ഇതും വെച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ആവുമ്പോ മിസ്സിന്റെ ഈ ചാപ്റ്റർ കഴിയും. അത് കഴിഞ്ഞിട്ട് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഡിസാസ്റ്റർ തേർഡ് മൊഡ്യൂൾ ആണ്.